ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ ഡ്യൂട്ടി കഴിഞ്ഞ് നേരെ വന്ന് വീട്ടിൽ വന്ന് ഫ്രഷ് ആയതിനു ശേഷം പൊന്നൂസിനെ വിളിക്കാൻ പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് ലേറ്റായി പോയിട്ടുണ്ടായിരുന്നേ. ആൾ ചെന്നപ്പോഴേക്കും ഇതാ ഇതിൽ നിന്ന് നല്ലപോലെ ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ. ബാക്കി സ്കൂൾ ബസ്സിൽ പോയ ഫസ്റ്റ് ട്രിപ്പ് പോയിട്ട് സെക്കൻഡ് ട്രിപ്പിന് പോകാൻ നിൽക്കുന്ന കുട്ടികളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ അവൾ നിന്ന് കളിക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ ആദ്യം അവളെന്നെ കണ്ടിട്ടുണ്ടായിരുന്നില്ല, പിന്നെ കണ്ടപ്പോഴത്തേക്ക് വേഗം ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ അവളുടെ പഠിത്തമൊക്കെ കഴിഞ്ഞ് വീട്ടിൽ കൊണ്ടുവന്ന് ഫ്രഷ് ആയതിനു ശേഷം ഞാൻ അന്ന് ഒരു പാസ്ത ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ, മാക്രോണി. അതിൻ്റെ ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് സ്പൈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാമെന്ന്. എപ്പോഴും ഒരുപോലെ ആയ കുട്ടികൾ കഴിക്കത്തില്ല. അങ്ങനെ ആദ്യം തന്നെ കുറച്ച് പാനിൽ വെള്ളം ഒഴിച്ച് വെച്ചു. അതിനകത്ത് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ തിളച്ച് വന്നപ്പോഴത്തേക്ക് മക്രോണിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ. പിന്നെ കുറച്ച് സവാളയും ക്യാരറ്റും കൂടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേറൊരു പാൻ എടുത്തതിന് ശേഷം ഞാൻ അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വേറൊരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഈ വെജിറ്റബിൾ, അതായത് അരിഞ്ഞ് വെച്ച് സവാളയും ക്യാരറ്റും ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. കുറച്ച് ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ് അതിനോട് ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി വേവിച്ച് വെച്ചിട്ട് മക്രോണിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നേ. അങ്ങനെ നന്നായിട്ട് വെള്ളമൊക്കെ പറ്റി വന്നപ്പോഴത്തേക്ക് കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഫ്ലേവർ നല്ലതായിരിക്കും, ടേസ്റ്റ് ഉണ്ടായിരിക്കും. അങ്ങനെ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിന് കൂടെ കുറച്ച് ചായക്കും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ലായിരുന്നേ. അങ്ങനെ മക്രോണിയൊക്കെ സെറ്റായി ഞങ്ങൾ വൈകിട്ട് കഴിച്ചതിന് ശേഷം വിചാരിച്ചൊന്ന് വീട്ടിലോട്ട് പോകാമെന്ന്. കാരണം പിറ്റേ ദിവസം ഓഫായിരുന്നു കേട്ടോ, എനിക്ക് പോകണ്ടായിരുന്നു. എല്ലാവർക്കും പൊതുവെ അവധിയല്ലായിരുന്നോ. അങ്ങനെ ഞങ്ങൾ വീട്ടിലോട്ട് പോകാനായിട്ട് ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം കുറച്ച് ലേറ്റ് ആയിട്ട് തന്നെ ലാസ്റ്റ് ബസ് കാത്ത് നിൽക്കുമായിരുന്നു. 8 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറേ നേരം കാത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. വണ്ടിയെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ടായിരുന്നു. പക്ഷേ ബസ് മാത്രം വന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ബസ്സൊക്കെ കാത്ത് നിന്ന് ബസ്സൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ബാക്കി വിശേഷം പാർട്ട് 2 തന്നെ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഓക്കെ ടാറ്റാ ബൈ ബൈ.